കരുവന്നൂർ കള്ളപ്പണ കേസിൽ കണ്ടുകെട്ടിയ സ്വത്തുക്കൾക്ക് നിക്ഷേപകർക്ക് തിരികെ നൽകണമെന്ന ഹർജിയിൽ ഉത്തരവ് ഉടൻ. പ്രതിഭാഗത്തെ കൂടി കേട്ട ശേഷം കോടതി ഉത്തരവിടും. ജൂലൈ 10-ന് പ്രതികളുടെ വാദം കേൾക്കാനായി കേസ് മാറ്റി. 5 നിക്ഷേപകരാണ് കലൂർ PMLA കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കരുവന്നൂർ കള്ളപ്പണ കേസിൽ 88 കോടി രൂപയുടെ സ്വത്തുവകകളും പണവും ഇഡി കണ്ടുകെട്ടിയിട്ടുണ്ടെന്നും തനിക്ക് നഷ്ടപ്പെട്ട 33,27,500 രൂപ കണ്ടുകെട്ടിയ സ്വത്തുവകകൾ ലേലം ചെയ്ത് കൈമാറണമെന്നും ആവശ്യപ്പെട്ട് നിക്ഷേപകനായ സഹദേവനായിരുന്നു ആദ്യം ഹർജി നൽകിയത്. സമാനമായ 3 ഹർജികൾ കൂടി കോടതിയുടെ പരിഗണനയിലാണ്. ഇഡിക്ക് എതിർപ്പില്ലെങ്കിൽ വിചാരണ കോടതിക്ക് തന്നെ കണ്ടെടുത്ത സ്വത്തുവകകൾ ലേലം ചെയ്ത് നിക്ഷേപകരുടെ നഷ്ടമായ പണം തിരികെ നൽകാൻ ഉത്തരവിടാം. കരുവന്നൂർ കേസിൽ നിക്ഷേപകർക്ക് പണം ലഭ്യമാക്കണമെന്നാണ് ഇഡിയും ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ തങ്ങളെ കൂടി കേൾക്കാതെ അന്തിമ ഉത്തരവ് നൽകരുതെന്നാണ് പ്രതിഭാഗത്തിന്റെ ആവശ്യം. തുടർന്നാണ് കോടതി പ്രതിഭാഗം വാദം കൂടി കേൾക്കാൻ കേസ് മാറ്റിയിട്ടുള്ളത്. ഇത്തരം ഹർജികളിൽ കേസ് നടപടികൾ അനന്തമായി നീളാതെ തന്നെ കോടതി ഉത്തരവുകൾ ഉണ്ടാകാറുണ്ട്. കണ്ടെടുത്ത സ്വത്തുവകകൾ അനധികൃതമായി സമ്പാദിച്ചതല്ലെന്നും നിയമാനുസൃതമാണെന്നുമാണ് പ്രതികളുടെ വാദം. 10 ലക്ഷം മുതൽ 15 ലക്ഷം രൂപ വരെ നഷ്ടമായ സാധാരണ നിക്ഷേപകരാണ് പണം തിരികെ ലഭിക്കാൻ കലൂർ PMLA കോടതിയെ സമീപിച്ചിട്ടുള്ളത്. കൂടുതൽ പേർ ഇതേ ആവശ്യമുയർത്തി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. എന്നാൽ വൻ നിക്ഷേപങ്ങൾ നടത്തിയവരാരും പരാതിയുമായി രംഗത്ത് വന്നിട്ടുമില്ല. ഇഡി പ്രതികളുടെ 88 കോടി രൂപയുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടിയ നടപടി അഡ്ജുഡിക്കേഷൻ അതോറിറ്റി സ്ഥിരീകരിച്ചിരുന്നു. ജനം, കൊച്ചി.